ഹായ് ഓൾ എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് എക്സാം ഇനി വരുന്ന LDC എക്സാം, അതുപോലെ തന്നെ +2 ലെവൽ എക്സാംസ്, ഡിഗ്രി ലെവൽ എക്സാംസ്. അപ്പോൾ ഈ ഒരു എക്സാമിനെല്ലാം പൊതുവായിട്ട് വരുന്ന SCERT ചാപ്റ്റേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാത്തിനും സിലബസ് ഏകദേശം ഒരുപോലെ തന്നെയാണ്. ഈ കമ്മ്യൂണിറ്റി ബോർഡ് LGS അതുപോലെ തന്നെ LGS തസ്തികയിലേക്കുള്ള 10th പ്രിലിംസ് എന്നീ എക്സാമുകളിലേക്കുള്ള സിലബസ് മാത്രമാണ് നമുക്ക് കുറച്ച് ചേഞ്ചസ് ആയിട്ടുള്ളത്. ചാപ്റ്റേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചാപ്റ്റേഴ്സ് പഠിക്കാനായിട്ടുള്ളൂ. എന്നാൽ നമുക്ക് ഇനി വരുന്ന എക്സാമുകൾ ഇപ്പോൾ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ 10th മെയിൻസ് എക്സാമുകൾ, ഇപ്പോൾ LDC എക്സാം, അതുപോലെ തന്നെ എന്താണ് +2 ലെവൽ എക്സാം, ഡിഗ്രി ലെവൽ എക്സാം നോക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഏകദേശം ഒരേ സിലബസ് തന്നെയാണ് വരുന്നത് അല്ലേ. ചെറിയൊരു ഇപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്കുകൾ വരുന്ന ഒരു വ്യത്യാസം മാത്രമാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ ചെറിയൊരു ചേഞ്ചസ് മാത്രമാണ് വരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അതിൻ്റെ എല്ലാം ഒരു SCERT ചാപ്റ്റേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇനി വരാൻ ഇരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു എക്സാമാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് എക്സാം. ഈ ഒരു എക്സാമിൻ്റെ ഏതൊക്കെ ചാപ്റ്റേഴ്സ് പഠിക്കണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കമ്മ്യൂണിറ്റി ബോർഡ് LGSൻ്റെ SCERT ചാപ്റ്റേഴ്സ് നമ്മൾ ഏതൊക്കെ പഠിക്കണമെന്നുള്ളത് ലിസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അത് ഓരോ സബ്ജക്റ്റ് വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകളും തരുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് വില്ലേജ് ഫീൽഡ് VFA എക്സാമിൻ്റെയാണ്. അപ്പോൾ VFA എക്സാം അത് മാത്രമല്ല LDC ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ബാക്കി വരുന്ന എല്ലാ തസ്തികകൾക്കും സിലബസൊക്കെ ഏകദേശം ഇതുപോലെ തന്നെയാണ്. അപ്പോൾ ഇനി വരുന്ന എക്സാമുകളിൽ പഠിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സാണ്. LGS മാതൃക അല്ലെങ്കിൽ 10th പ്രിലിംസിൻ്റെ ഒക്കെ SCERT ചാപ്റ്റേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ അത് പോയി കാണാം കേട്ടോ. ആ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് വരുന്നത് നമുക്കറിയാം കേരള ചരിത്രമാണ്. കേരള ചരിത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, കേരള ഹിസ്റ്ററി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് വരുന്നത് നമുക്ക് നോക്കാം. ദക്ഷിണേന്ത്യൻ ചരിത്രത്തിലേക്ക് 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ചാപ്റ്ററാണ് ദക്ഷിണേന്ത്യൻ ചരിത്രത്തിലേക്ക് എന്ന് പറയുന്ന 8ാമത്തെ ചാപ്റ്റർ. അതുപോലെ തന്നെ 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് 12ാമത്തെ ചാപ്റ്ററാണ് ചരിത്രത്തിൻ്റെ ആധാരശിലകൾ കേട്ടോ. അതിലും കേരളവുമായി ബന്ധപ്പെട്ട് വരുന്ന ഭാഗമുണ്ട്. അതുപോലെ തന്നെ അനീതിയിൽ നിന്ന് നീതിയിലേക്ക് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ചാപ്റ്ററാണ് 4ാമത്തെ ചാപ്റ്ററാണ്. നെക്സ്റ്റ് ദേശീയ പ്രസ്ഥാനവും കേരളവും എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. ഈ ഒരു ചാപ്റ്ററിൽ കേരളവുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ പ്രസ്ഥാനങ്ങളും ഒരു ചാപ്റ്ററിൽ പറയുന്നുണ്ട്. 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 2ാമത്തെ ചാപ്റ്ററാണിത്. നെക്സ്റ്റ് നമുക്ക് ഇന്ത്യൻ ചരിത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അധിനിവേശങ്ങളും ചെറുത്തുനിൽപ്പുകളും എന്ന് പറയുന്നൊരു ചാപ്റ്റർ ഉണ്ട്. ഈ ഒരു ചാപ്റ്ററിൽ ചെറുതായിട്ട് എനിക്ക് തോന്നുന്നു കേരള ഹിസ്റ്ററിയും കടന്നു വരുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അധിനിവേശങ്ങളും ചെറുത്തുനിൽപ്പുകളും 8ാം ക്ലാസ്സിലെ പുതിയ SCERT ചാപ്റ്ററാണ്, 1ാമത്തെ ചാപ്റ്ററാണ്. ഇനി ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആവിർഭാവത്തിലേക്ക് എന്ന് പറയുന്നൊരു ചാപ്റ്റർ 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 2ാമത്തെ ചാപ്റ്ററാണ്. ഇതിൽ നിന്നും രണ്ടിൽ നിന്നും നന്നായിട്ട് ക്വസ്റ്റ്യൻസ് PSC ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. കാരണം അതിൽ അത്യാവശ്യം കണ്ടൻസ് വരുന്നുണ്ട്. ഇനി ജനാധിപത്യത്തിൽ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. അത് 10ാം ക്ലാസ്സിലെയാണ്. ഇനി വരുന്ന ചാപ്റ്റേഴ്സൊക്കെ 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ആണ്. ഓക്കെ, അപ്പോൾ 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 5ാമത്തെ ചാപ്റ്റർ പൊതുജനാഭിപ്രായം ജനാധിപത്യത്തിൽ. അതുപോലെ തന്നെ 10ാം ക്ലാസ്സിലെ തന്നെ സോഷ്യൽ സയൻസ് 6ാമത്തെ ചാപ്റ്റർ സ്വാതന്ത്ര്യത്തിനായുള്ള ബഹുജന മുന്നേറ്റം. പിന്നെ 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 7ാമത്തെ ചാപ്റ്റർ സ്വതന്ത്ര ഇന്ത്യയുടെ വർത്തമാനം. 8ാമത്തെ ചാപ്റ്റർ ജനാധിപത്യം ഒരു ഇന്ത്യൻ അനുഭവം. 9ാമത്തെ ചാപ്റ്റർ ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥയെ അറിയാം. ഈ ഒരു ചാപ്റ്ററൊക്കെ ഇന്ത്യൻ ചരിത്രവുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. ഈ ഒരു ചാപ്റ്റർ നമ്മൾ കമ്മ്യൂണിറ്റി ബോർഡ് LGSലും ഈ ഒരു സെയിം തന്നെയല്ലേ നമുക്ക് ഇന്ത്യ ഹിസ്റ്ററി വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അത് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണണമെന്നുള്ളവർ ഇത് പോയി കാണാം. അല്ലാന്നുണ്ടെങ്കിൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിന് മാത്രമായിട്ടൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് തരാം കേട്ടോ. നെക്സ്റ്റ് ലോകചരിത്രമാണ്. ലോകചരിത്രം നമുക്കറിയാം ഈ 10th ലെവൽ എക്സാമിനൊന്നും, അതായത് 10th പ്രിലിംസ് എക്സാമിനും അതുപോലെ തന്നെ LGS എക്സാമിനൊന്നും എന്ത് വരുന്നില്ല, ഈ ലോകചരിത്രം വരുന്നില്ല അല്ലേ. അപ്പോൾ ഏതൊക്കെ ചാപ്റ്ററിലാണ് വരുന്നത് നമുക്ക് നോക്കാം. 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 12ാമത്തെ ചാപ്റ്ററിൻ്റെ പേര് ജപ്പാൻ ചരിത്രവും വർത്തമാനവും എന്നാണ്. ഈ ഒരു ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കുറച്ച് കാര്യങ്ങൾ. ജപ്പാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ചരിത്രപരമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പിന്നെ 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 13ാമത്തെ ചാപ്റ്റർ പുതിയ രാഷ്ട്രങ്ങൾ കെട്ടിപ്പടുക്കുന്നു എന്നാണ് പുതിയ രാഷ്ട്രങ്ങൾ കെട്ടിപ്പടുക്കുന്നു. ആ ഒരു ചാപ്റ്ററും പഠിക്കേണ്ടതാണ്. അതുപോലെ തന്നെ 10ാം ക്ലാസ്സിലെ 1, 2, 4 ചാപ്റ്റർ, 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 1, 2, 4 ചാപ്റ്റർ. 1ാമത്തെ ചാപ്റ്റർ മാനവികതയാണ്. 2ാമത്തെ ചാപ്റ്റർ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. അതുപോലെ തന്നെ 4ാമത്തെ ചാപ്റ്റർ സമ്പത്തും ലോകവും. ഓക്കെ, സമ്പത്തും ലോകവും. ഈ ഒരു ചാപ്റ്റർ വേൾഡ് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് പഠിച്ചിരിക്കുകയാണ്.
പഠിച്ചിരിക്കേണ്ട ചാപ്റ്റേഴ്സാണ്. ഇനി കേരള ഭൂമിശാസ്ത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആകെ 2 ചാപ്റ്റേഴ്സ് വരുന്നുള്ളൂ പഠിക്കാനായിട്ട്. കേരള ഭൂമിശാസ്ത്രം നമുക്കറിയാം LGS-ലാണെന്നുണ്ടെങ്കിലും 10th പ്രിലിംസിനൊക്കെ ആണെന്നുണ്ടെങ്കിലും കേരള ഭൂമിശാസ്ത്രം വരുന്നത് തന്നെയാണ് അല്ലേ. അപ്പോൾ എല്ലാ ഒരു എക്സാമുകളിലും കോമൺ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് കേരള ഭൂമിശാസ്ത്രം. പക്ഷേ അതിൽ നിന്ന് എന്താണ് 2 ചാപ്റ്റേഴ്സ് വരുന്നുള്ളൂ. ഈ ഒരു ചാപ്റ്ററും ഞാൻ എടുത്തു കഴിഞ്ഞതാണ്. ഓക്കെ, നാടറിയാം എന്ന് പറയുന്ന ചാപ്റ്റർ 5ാം ക്ലാസ്സിലെ ചാപ്റ്ററാണ്, 8ാമത്തെ ചാപ്റ്ററാണ്. ഇനി നട്ടുനനയ്ക്കാം നന്മകൾ ചെയ്യാം എന്ന് പറയുന്നൊരു ചാപ്റ്റർ ഉണ്ട്. അതിലും എന്താണ് നമുക്ക് കേരള ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളും അതുപോലെ തന്നെ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാലാവസ്ഥകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നുണ്ട്. 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 7ാമത്തെ ചാപ്റ്ററാണത് കേട്ടോ. ഇനി നെക്സ്റ്റ് ഇന്ത്യൻ ഭൂമിശാസ്ത്രമാണ്. ഇന്ത്യൻ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട്, അതായത് ഇന്ത്യൻ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് പഠിച്ചിരിക്കേണ്ട കുറച്ചധികം ചാപ്റ്റേഴ്സ് ഉണ്ട്, നോക്കാം. കൂടുതലായിട്ട് 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ചാപ്റ്റേഴ്സൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അതിൽ ഓരോ ടോപ്പിക് വൈസ് ആയിട്ട് ഇപ്പോൾ നമുക്ക് ഇന്ത്യൻ ഭൂപ്രകൃതി എന്ന് പറയുന്നത് ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ ഈ ഒരു 5 ഭൂപ്രകൃതിയെ കുറിച്ചിട്ടും ഡീറ്റെയിൽ ആയിട്ട് ഓരോ ചാപ്റ്ററിലാണ് പറയുന്നത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട്, അതായത് കുറച്ചധികം ഒരു കണ്ടൻസ് ആ ഒരു ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ 5ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്ററിലെ ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ, അതായത് ഗതാഗതവുമായി ബന്ധപ്പെട്ട് PSC പഠിച്ചിരിക്കേണ്ട ചാപ്റ്ററാണ്. ഗതാഗതവുമായി ബന്ധപ്പെട്ടിട്ട് ആകെ ഈ ഒരു ചാപ്റ്റർ മാത്രമാണ് വരുന്നത്. അത് 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 7ാമത്തെ ചാപ്റ്ററാണ്. ഇനി ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറയുന്നത് 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 6ാമത്തെ ചാപ്റ്ററാണ്. അതിനുശേഷം 9ാം ക്ലാസ്സിലെ ചാപ്റ്റേഴ്സാണ് വരുന്നത്. 1, 2, 3, 4, 5 ഒക്കെ പഠിച്ചു വെച്ചിരിക്കേണ്ട ചാപ്റ്റേഴ്സാണ്. 1ാമത്തെ ചാപ്റ്റർ ജോഗ്രഫിയാണ്. ജോഗ്രഫി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോകത്തിൻ്റെ നെറുകിൽ എന്ന് പറയുന്നൊരു ചാപ്റ്റർ ഉണ്ട്. അതുപോലെ തന്നെ വിശാല സമതല ഭൂമിയിൽ 2ാമത്തെ ചാപ്റ്ററാണ്. 3ാമത്തെ ചാപ്റ്റർ പീഠഭൂമിയെ കുറിച്ചിട്ടാണ്, ഭൗമചരിത്രം ഉറങ്ങുന്ന പീഠഭൂമി. പിന്നെ ഏതാണ് മണലാരണ്യത്തിലൂടെ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്, അത് 7ാമത്തെ ചാപ്റ്ററാണ്. പിന്നെ 8ാമത്തെ ചാപ്റ്റർ വരുന്നത് തീരങ്ങളിലൂടെ എന്ന് പറയുന്നതാണ്. അതൊക്കെ ഇന്ത്യൻ ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട് പഠിച്ചിരിക്കേണ്ട SCERT ചാപ്റ്റേഴ്സാണ്. പിന്നെ 5ാമത്തെ ചാപ്റ്റർ ഇന്ത്യയിലെ ജനസംഖ്യാ പ്രവണതകൾ, അതെന്ന് പറയുന്നത് 9ാം ക്ലാസ്സിലെ ഈ സോഷ്യൽ സയൻസ് 2ാമത്തെ, അതായത് ജോഗ്രഫി ഉണ്ടല്ലോ 2ാമത്തെ, അതിൽ ചാപ്റ്ററാണെന്ന് പറയുന്നത് ഇന്ത്യയിലെ ജനസംഖ്യാ പ്രവണതകൾ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ. നെക്സ്റ്റ് നമുക്ക് ഫിസിക്കൽ ജോഗ്രഫി, അതായത് ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫിസിക്കൽ ജോഗ്രഫി എന്ന് പറയുന്നത്, ഇത് നമ്മുടെ ഈ ഭൂമിശാസ്ത്രം എന്ന് പറയുന്നത് നമുക്കറിയാം കോമൺ ആയിട്ട് എല്ലാ എക്സാമിനും ഇല്ലാത്തൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഇതിൽ വരുന്നത് വരയ്ക്കാം വായിക്കാം, അത് 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 5ാമത്തെ ചാപ്റ്ററാണ്. അതുപോലെ വിണ്ണിൽ വിസ്മയങ്ങളും മണ്ണിലെ വിശേഷങ്ങളും 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 10ാമത്തെ ചാപ്റ്ററാണ്. ഭൂഖണ്ഡങ്ങളിലൂടെ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 7ാമത്തെ ചാപ്റ്ററാണ്. പിന്നെ ഗ്ലോബിൽ നിന്ന് ഭൂപടത്തിലേക്ക് 6ാമത്തെ സോഷ്യൽ സയൻസിലെ 4ാമത്തെ ചാപ്റ്ററാണ്. ഇനി സമുദ്രങ്ങളിലൂടെ 6ാമത്തെ സോഷ്യൽ സയൻസ് 10ാമത്തെ ചാപ്റ്ററാണ്. നമ്മുടെ ഭൂമി 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് 5ാമത്തെ ചാപ്റ്ററാണ്. ഈ ഒരു ചാപ്റ്റർ എല്ലാം വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ ഇനി വരുന്ന എക്സാമുകൾ ഒക്കെ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട്, വേൾഡ് ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് വരുന്ന SCERT ചാപ്റ്റേഴ്സാണ്. ഇനിയുണ്ട് കുറച്ച് ചാപ്റ്റേഴ്സും കൂടി ഉണ്ട് കേട്ടോ. ഭൂമിയെ അറിയാൻ, ഭൂപടങ്ങളും ആധുനിക സങ്കേതങ്ങളും 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 9ാമത്തെ ചാപ്റ്ററാണ്. ആകാശവിസ്മയങ്ങൾ 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 8ാമത്തെ ചാപ്റ്ററാണ്. ഭൂമിയുടെ ചലനങ്ങൾ, ഭ്രമണവും പരിക്രമണവും 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 3ാമത്തെ ചാപ്റ്ററാണ്. ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 1ാമത്തെ ചാപ്റ്റർ. കാലാവസ്ഥാ മേഖലകളും കാലാവസ്ഥാ മാറ്റവും, അതും 10ാം ക്ലാസ്സിൽ ജോഗ്രഫിയിലാണ് കേട്ടോ. ജോഗ്രഫിയിലെ 2ാമത്തെ ചാപ്റ്ററാണ്. ഇനി മഴക്കാടുകളിൽ നിന്ന് മഞ്ഞുരുകാത്ത കാട്ടിലേക്ക് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്, അതും 3ാമത്തെ ചാപ്റ്ററാണ്. ഇനി മാറുന്ന ഭൂമി 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് 6ാമത്തെ ചാപ്റ്ററാണ്. അപ്പോൾ ഇത് എല്ലാം ഈ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് പഠിച്ചിരിക്കുന്ന കുറച്ചധികം SCERT ചാപ്റ്റേഴ്സ് ഉണ്ടെന്ന് മനസ്സിലായി. നെക്സ്റ്റ് സാമ്പത്തിക ശാസ്ത്രം, എക്കണോമിക്സുമായി ബന്ധപ്പെട്ട് പഠിച്ചിരിക്കേണ്ട SCERT ചാപ്റ്റേഴ്സാണ്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഞാൻ കഴിഞ്ഞ SCERT ചാപ്റ്റേഴ്സ് കമ്പനി ബോർഡ് LGSന് എടുത്തപ്പോൾ അതിൽ നമുക്കറിയാം നമ്മുടെ ഒരു പ്രിലിംസിൻ്റെ അല്ലെങ്കിൽ കമ്പനി ബോർഡ് LGSൻ്റെ ഒക്കെ നമുക്ക് പ്രിലിംസ് എക്സാമിൻ്റെ ഒക്കെ സിലബസിൽ വരുന്നത് അധികമില്ല അല്ലേ.
സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗം വരുന്നുണ്ട്. അതിൽ നമുക്ക് ഇന്ത്യ ഹിസ്റ്ററിയും വരുന്നുണ്ട്, അതുപോലെ തന്നെ എക്കണോമിക്സിൻ്റെ കുറച്ച് ഭാഗങ്ങളും അങ്ങനെയാണ് നമുക്ക് നമ്മുടെ സിലബസിൽ വരുന്നത്. പക്ഷേ ഈ ഒരു ചാപ്റ്റേഴ്സൊക്കെ എന്തായാലും പഠിച്ചു വെച്ചിരിക്കേണ്ട ചാപ്റ്റേഴ്സാണ് എക്കണോമിക്സുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ അതിൽ നമ്മൾ ആ ഒരു സിലബസ് ബേസ്ഡ് ആയിട്ട് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു ചാപ്റ്റേഴ്സൊക്കെ നമുക്ക് LGS ആണെന്നുണ്ടെങ്കിലും നമ്മുടെ CRT ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന കാരണം ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഏതൊക്കെ ചാപ്റ്ററാണ് വരുന്നതെന്ന് നോക്കാം. എക്കണോമിക്സ് മാത്രമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തൊഴിൽ വൈവിധ്യങ്ങൾ 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 3ാമത്തെ ചാപ്റ്റർ, കൃഷിയിൽ നിന്ന് വ്യവസായത്തിലേക്ക് 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് 6ാമത്തെ ചാപ്റ്റർ, ഭക്ഷ്യോൽപാദനം മുതൽ ഭക്ഷ്യസുരക്ഷ വരെ 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് 7ാമത്തെ ചാപ്റ്റർ, ബജറ്റ് വികസനത്തിൻ്റെ നേർരേഖ 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് 10ാമത്തെ ചാപ്റ്റർ, അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളും സമ്പദ്വ്യവസ്ഥയും 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് 4ാമത്തെ ചാപ്റ്റർ, വിഭവ വിനിയോഗവും സുസ്ഥിരതയും 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് 6ാമത്തെ ചാപ്റ്റർ, മാനവ വിഭവശേഷി രാഷ്ട്ര പുരോഗതിക്കായി 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 4ാമത്തെ ചാപ്റ്റർ, ഇന്ത്യൻ സമ്പദ്ഘടന വിവിധ മേഖലകളിലൂടെ 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 6ാമത്തെ ചാപ്റ്റർ. അതുപോലെ തന്നെ വിലയും വിപണിയും 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 6ാമത്തെ ചാപ്റ്ററാണ്. ഇനി പണവും സമ്പദ് വ്യവസ്ഥയും 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 5ാമത്തെ ചാപ്റ്ററാണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ വളർച്ചയും പരിവർത്തനവും 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് 7ാമത്തെ ചാപ്റ്റർ. നെക്സ്റ്റ് വരുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ്. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് പഠിച്ചിരിക്കേണ്ട CRT ചാപ്റ്റേഴ്സ് ജനങ്ങൾ ജനങ്ങളാൽ 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 6ാമത്തെ ചാപ്റ്ററാണ്. രാഷ്ട്രവും ഗവൺമെൻറ്റും 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 11ാമത്തെ ചാപ്റ്ററാണ്. ഭരണഘടന വഴിയും വഴികാട്ടിയും 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് 3ാമത്തെ ചാപ്റ്റർ, അനീതിയിൽ നിന്ന് തുല്യതയിലേക്ക് 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് 4ാമത്തെ ചാപ്റ്റർ, അധികാരം ജനങ്ങളിലേക്ക് 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് 8ാമത്തെ ചാപ്റ്റർ, വിവേചനത്തിനെതിരെ 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് 11ാമത്തെ ചാപ്റ്റർ. നെക്സ്റ്റ് ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് 5ാമത്തെ ചാപ്റ്റർ, ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് 4ാമത്തെ ചാപ്റ്റർ, ജനാധിപത്യത്തിൻ്റെ വ്യാപനം സ്ഥാപനങ്ങളിലൂടെ 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് 7ാമത്തെ ചാപ്റ്റർ, ലിംഗവിവേചനം ഇല്ലാത്ത സമൂഹത്തിലേക്ക് 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് 8ാമത്തെ ചാപ്റ്റർ, ജനാധിപത്യം അർത്ഥവും വ്യാപ്തിയും 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് 9ാമത്തെ ചാപ്റ്റർ. ഓക്കെ, അപ്പോൾ ഇത്രയും ആണ് ഭരണഘടനയുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ CRT ചാപ്റ്റേഴ്സും എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ബയോളജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചധികമുണ്ട്. നമുക്ക് ഈ പൊതുജനാരോഗ്യം എന്ന് പറയുന്ന ഒരു ഭാഗം വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അതെല്ലാം കൂടിയിട്ട് വരുന്ന, അപ്പോൾ ബയോളജി ടോട്ടലായിട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ദഹനവും പോഷക സംവഹനവും 9ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്റർ, ചലനത്തിന് പിന്നിൽ 9ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ, സംവേദനങ്ങൾക്ക് പിന്നിൽ 10ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്റർ. ഈ സംവേദനങ്ങൾക്ക് പിന്നിൽ എന്ന് പറയുന്ന ചാപ്റ്ററിൽ കൂടുതലായിട്ട് ഏതാണ് ജ്ഞാനേന്ദ്രിയവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം കണ്ണ്, ചെവി, അതുപോലെ തന്നെ മൂക്ക്, നാവ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. ആ ഒരു അവയവങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് ഒരു ചാപ്റ്ററിൽ പറയുന്നത്. അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മാത്രമായിട്ടുള്ള CRT ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് CRT ചാപ്റ്റർ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓരോ ക്ലാസ്സിൻ്റെയും, അതായത് 10ാം ക്ലാസ്സിലെ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള ഓരോ CRT ടെക്സ്റ്റ് ബുക്കും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ എന്താണ് സബ്ജക്റ്റ് വൈസ് ആയിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ, ഇത് പഠിക്കുന്നതിനായിട്ട്. നെക്സ്റ്റ് ജീവനജനിതകം നമ്മൾ പറഞ്ഞു. ജീവികളിലെ രാസസംവേദനം, ജീവനജനിതകം പറഞ്ഞില്ല അല്ലേ. ജീവനജനിതകം 10ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്ററാണ്. ജീവികളിലെ രാസസംവേദനം 10ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ. ആഹാരത്തിലൂടെ ആരോഗ്യം 6ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്റർ. വിളയിക്കാം നൂറുമേനി 7ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്റർ. നട്ടുനനയ്ക്കാൻ നന്മകൾ ചെയ്യാം 8ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്റർ. പരിസ്ഥിതിയെ നോവിക്കാതെ 7ാം ക്ലാസ്സിലെ 9ാമത്തെ ചാപ്റ്റർ. ഇനി അതുപോലെ തന്നെ ദഹനവും പോഷക സംവഹനത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ അല്ലേ. ദഹനവും പോഷക സംവഹനവും പറഞ്ഞു. ഓക്കെ, പിന്നെ വരുന്നത് വൈവിധ്യങ്ങളുടെ സൗന്ദര്യം 8ാം ക്ലാസ്സിലെ 17ാമത്തെ ചാപ്റ്റർ. ജീവശാസ്ത്രവും സാങ്കേതിക വിദ്യയും 10ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്റർ. വ്യാധികൾ പടരാതിരിക്കാൻ 5ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്റർ. പ്രതിരോധവും ആരോഗ്യ സംരക്ഷണവും 10ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്റർ. മാറ്റാം ജീവിതത്തെ നല്ല നാളേക്കായി 6ാം ക്ലാസ്സിലെ 9ാമത്തെ ചാപ്റ്റർ. അകറ്റി നിർത്താം രോഗങ്ങളെ 9ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്റർ. നെക്സ്റ്റ് കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അധികം ചാപ്റ്റേഴ്സ് വരുന്നില്ല, പക്ഷേ വരുന്ന ചാപ്റ്റേഴ്സൊക്കെ കുറച്ച് ഡീപ്പായിട്ട് പഠിക്കേണ്ട ചാപ്റ്റേഴ്സാണ്.
ആണ്. ആറ്റത്തിൻ്റെ ഘടന 9ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്റർ ആണ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ്, ന്യൂട്രോൺസിനെ കുറിച്ചിട്ടൊക്കെ ഒരു ചാപ്റ്ററിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആറ്റോമിക് നമ്പർ എങ്ങനെയാണ് എഴുതുക, അതുപോലെ തന്നെ മാസ് നമ്പർ എഴുതുന്നതൊക്കെ ഒരു ചാപ്റ്ററിൽ പറയുന്നുണ്ട്. ഇനി ലോഹങ്ങൾ, അലോഹങ്ങൾ 8ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്റർ ആണ്. ലോഹങ്ങളെ കുറിച്ച് പറയുന്നത് 10ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്ററിലും ലോഹങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഇനി മൂലകങ്ങളും സംയുക്തങ്ങളും എന്ന് പറയുന്ന ചാപ്റ്റർ 8ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്റർ ആണ്. 8ാം ക്ലാസ്സിലെ സയൻസിലെ 5ാമത്തെ ചാപ്റ്റർ ആണ്. എന്നാൽ 9ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്ററിൽ പീരിയോഡിക് ടേബിളിനെ കുറിച്ച് പറയുന്നുണ്ട്. 10ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്റർ പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസത്തെക്കുറിച്ചും പറയുന്നുണ്ട്. അപ്പോൾ ഓരോ ചാപ്റ്ററിൽ ഇപ്പോൾ 8ാം ക്ലാസ്സിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു പോർഷൻ അവിടെ പറഞ്ഞ് നിർത്തുന്നുണ്ട്. 9ാം ക്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ പീരിയോഡിക് ടേബിളിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ 10ാം ക്ലാസ്സിലെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, 10ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്റർ വ്യാവസായിക പ്രാധാന്യമുള്ള ചില സംയുക്തങ്ങളാണ്. ഇനി 8ാം ക്ലാസ്സിലെ 15ാമത്തെ ചാപ്റ്റർ പദാർത്ഥങ്ങളുടെ രസതന്ത്രം. നെക്സ്റ്റ് ഫിസിക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്. ഇപ്പോൾ ചലനവുമായി മാത്രം തന്നെ 2-3 ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ അതിനാൽ തന്നെ ഓരോ ടോപ്പിക്ക് തന്നെ ഓരോ ക്ലാസ്സിലും വ്യത്യസ്തമായിട്ടുള്ള ചാപ്റ്റേഴ്സ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫിസിക്സ് കുറച്ചധികം ചാപ്റ്റേഴ്സ് ഉണ്ടെന്ന് നോക്കാം. പ്രവൃത്തിയും ഊർജ്ജവും. അപ്പോൾ ഈ ഒരു SCERT ചാപ്റ്റേഴ്സ് നമ്മൾ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടോപ്പിക് വൈസ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റ് നമ്മൾ തരുന്നുണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ നമുക്ക് ഇതിൽ നോക്കുകയാണെങ്കിൽ പ്രവൃത്തിയും ഊർജ്ജവുമായി ബന്ധപ്പെട്ട് വരുന്ന 2019 മുതൽ PSC ചോദിച്ച എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുത്തി ക്ലാസ് തന്നിട്ടുണ്ട്. ഊർജ്ജ സ്രോതസ്സുകൾ എന്ന് പറയുന്ന ഒരു ഭാഗത്ത് നിന്ന് അല്ലേ പ്രവൃത്തിയും ഊർജ്ജവും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ചലനവുമായി ബന്ധപ്പെട്ട് PSC ചോദിച്ച എല്ലാ ചോദ്യങ്ങളും നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന പ്രകാശത്തിൻ്റെ ചാപ്റ്റർ. പ്രകാശം കുറച്ചധികം ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒരു എക്സാം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് തരാം. ഇതുപോലെ തന്നെ ഓരോ ടോപ്പിക് വൈസ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ കമ്പനി ബോർഡ് LGS പഠിക്കുന്നവർ കാണുന്നുണ്ടെങ്കിൽ LGS മാതൃകയിലുള്ള ചോദ്യ പേപ്പേഴ്സ് തരുന്നുണ്ട്. നമുക്ക് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് എക്സാം വരുമ്പോൾ നമുക്കതുപോലെ തന്നെ മാതൃക ചോദ്യ പേപ്പേഴ്സ് നോക്കാം കേട്ടോ. അപ്പോൾ താപം നിത്യജീവിതത്തിൽ എന്ന് പറയുന്നൊരു ടോപ്പിക് ഉണ്ട്. അത് 7ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്ററാണ്. ഇനി ചലനവും ബലവുമായി ബന്ധപ്പെട്ട് രണ്ട് ടോപ്പിക്കും വരുന്ന ഒരു ചാപ്റ്ററാണ് 8ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്റർ. പിന്നെ മർദ്ദം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 8ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്ററാണ്. പ്ലവക്ഷമ ബലവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ചാപ്റ്റർ തന്നെയാണ് പ്ലവക്ഷമ ബലം 9ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്റർ. പിന്നെ ചലനവുമായി ബന്ധപ്പെട്ട് 3 ചാപ്റ്റേഴ്സ് പഠിച്ചു വെച്ചിരിക്കണം. ചലനം നിത്യജീവിതത്തിൽ 6ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്ററാണ്. ചലന സമവാക്യങ്ങൾ അതുപോലെ തന്നെ ചലന നിയമങ്ങൾ 9ാം ക്ലാസ്സിലെ 2-3 ചാപ്റ്റേഴ്സാണ്. അതും പഠിച്ചു വെച്ചിരിക്കാം. നെക്സ്റ്റ് ഗുരുത്വാകർഷണവുമായി ബന്ധപ്പെട്ട് വരുന്നത് 9ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്ററാണ്. പിന്നെ പ്രകാശവുമായി ബന്ധപ്പെട്ട് 2-3 ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്. പ്രകാശം പ്രതിപതിക്കുമ്പോൾ 7ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ. പിന്നെ ഗോളീയ ദർപ്പണങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന ചാപ്റ്റർ 8ാം ക്ലാസ്സിലെ 12ാമത്തെ ചാപ്റ്റർ. പ്രകാശത്തിൻ്റെ അപവർത്തനം 9ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്റർ. ശബ്ദതരംഗങ്ങൾ 10ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്റർ. ലെൻസുകൾ 10ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്റർ. കാഴ്ചയും വർണ്ണങ്ങളുടെ ലോകവും 10ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്റർ. കയ്യെത്തും ദൂരത്ത് ആകാശം 5ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്റർ. ആകാശവിസ്മയങ്ങൾ 7ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്റർ. അപ്പോൾ ഇത്രയൊക്കെയാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് അതുപോലെ തന്നെ ഇനി വരുന്ന എക്സാമുകളുടെയൊക്കെ കോമൺ ആയിട്ടുള്ള ഒരു SCERT ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. എല്ലാ SCERT ചാപ്റ്റേഴ്സും എടുത്തിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സുകൾ മനസ്സിലാവുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഓരോ സബ്ജക്റ്റ് വൈസ് ആയിട്ട് മാക്സിമം നമ്മൾ ക്ലാസ്സുകൾ ചെയ്യുന്നതായിരിക്കും. SCERT ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ 10ാം ക്ലാസ്സിലൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മാത്രമായിട്ട് ചെയ്യുന്നുണ്ട് വീഡിയോ. അപ്പോൾ SCERT ചാപ്റ്റേഴ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആയിട്ട് പഠിക്കുന്നവർക്കായിട്ട് നമ്മൾ അതുപോലെ തന്നെ ഓരോ 9ാം ക്ലാസ്സിലാണെന്നുണ്ടെങ്കിലും 10ാം ക്ലാസ്സിലാണെന്നുണ്ടെങ്കിലും ബയോളജിയൊക്കെ നമ്മൾ ഇങ്ങനെ SCERT ക്വസ്റ്റ്യൻ ആൻസേഴ്സ്